ജീവിതത്തിൽ സ്വപ്നങ്ങളും സങ്കല്പങ്ങളുമില്ലാത്ത മനുഷ്യരില്ല. മനുഷ്യരെന്ന നിലയിൽ പലപ്പോഴും അവൻ്റെ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാൻ അവനെ പ്രേരിപ്പിക്കുന്നത് അവൻ്റെ മനസ്സിലുള്ള അവൻ്റെ ലക്ഷ്യമായിട്ടുള്ള സങ്കല്പങ്ങളും പ്രത്യാശകളും പ്രതീക്ഷകളുമൊക്കെയാണ്. വിശ്വാസി എന്നുള്ള നിലക്ക് ദുനിയാവിലെ പ്രതീക്ഷകൾ ഉണ്ടാകുന്നതിൻ്റെ കൂടെ തന്നെ പരലോകത്ത് വിജയിക്കണമെന്ന വല്ലാത്ത പ്രതീക്ഷകൾ അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുമെന്നാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ദുനിയാവിലെ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം, പ്രതീക്ഷ എന്നുള്ളത് ദുനിയാവിലെ എന്തൊക്കെ നേട്ടങ്ങൾ എത്തിപ്പിടിക്കണം എന്നത് അവൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ഞാൻ മരിച്ചു പോകുമ്പോൾ, മരണപ്പെടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ തിന്മകളുടെ കറയില്ലാതെ നിഷ്കളങ്ക ഹൃദയവുമായി തിന്മകളെ മായ്ച്ചു കളഞ്ഞ് ധാരാളം നന്മകളുമായി മരണപ്പെടണം എന്ന ആഗ്രഹം വിശ്വാസിയുടെ മനസ്സിലുണ്ടാകണം. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ദുനിയാവിലെ നേട്ടങ്ങളും ദുനിയാവിലെ മറ്റു കാര്യങ്ങളൊക്കെ അവൻ്റെ ലക്ഷ്യമുണ്ടായിരിക്കെ തന്നെ പരലോകമാകണം അവൻ്റെ ഏറ്റവും പ്രഥമമായത് എന്ന്. തൻ്റെ ജീവിതത്തിലെ തിന്മകളെ എങ്ങനെ മായ്ച്ചു കളയും, തൻ്റെ ജീവിതത്തിലേക്ക് എങ്ങനെ കൂടുതൽ നന്മകളെ ചെറുത്തു നിർത്താൻ കഴിയും, എങ്ങനെയാണ് നിഷ്കളങ്ക ഹൃദയവുമായി മരിച്ചു പോവുക എന്നത് ചർച്ച ചെയ്യുന്നിടത്താണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന പദം കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വരും വർഷത്തിലെ ഹജ്ജുമായി ബന്ധപ്പെട്ട നീക്കുപോക്കുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപേക്ഷകളൊക്കെ സമർപ്പിക്കേണ്ടുന്ന സമയമാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. ഏതാണ്ട് ജൂലൈ 20 അതിനൊരു സമയം കൊടുത്തിട്ടുള്ളത്. ഒരു പക്ഷെ അല്പം കൂടി നീട്ടി തന്നേക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിൽ 3 തരം ആളുകളുണ്ട്. അതിലൊന്നാമത്തെ കൂട്ടം ആളുകൾ, ഹജ്ജുമായി ബന്ധപ്പെട്ട 3 തരം ആളുകളെ എണ്ണുമ്പോൾ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ഹജ്ജ് നിർവഹിക്കാൻ തൗഫീഖ് ലഭിച്ച ആളുകൾ ഈ സംസാരം കേൾക്കുന്നവരിലും ഉണ്ടാകും. അത്തരം ആളുകളുടെ ഹജ്ജ് അള്ളാഹു സുബ്ഹാനഹു വ തആല മബ്റൂറായ ഹജ്ജായി സ്വീകരിച്ച് കബൂലാക്കുമാറാവട്ടെ. രണ്ടാമത്തെ കൂട്ടം ആളുകൾ ഹജ്ജ് ഒരു സ്വപ്നവുമായി കൊണ്ടു നടക്കുന്നവരാണ്. എനിക്ക് ഹജ്ജ് ചെയ്യണം, അതിന് ഞാൻ എന്തു ചെയ്യണം, എനിക്ക് അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ചില പ്രയാസങ്ങളുണ്ട്, ശാരീരികമായി സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, എന്നാലും എനിക്കൊരിക്കൽ ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന പ്രതീക്ഷയുമായി കഴിഞ്ഞുകൂടുന്നവരുണ്ട്. മൂന്നാമത്തെ കൂട്ടം ആളുകൾ ചിന്തകളിൽ പോലും സ്വപ്നങ്ങളിൽ പോലും ഹജ്ജിനെ കുറിച്ചോ ഉംറയെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാത്ത ആളുകൾ. ഹജ്ജിനെ കുറിച്ചൊരു ചിന്ത പോലുമില്ല. ചിലപ്പോൾ സാമ്പത്തികമായ വലിയ അഭിവൃദ്ധി ഉണ്ടാവാം, ശാരീരികമായി ഒരു പ്രയാസവും ഉണ്ടാകില്ല, പക്ഷേ ചിന്തകളിൽ പോലും സ്വപ്നത്തിൽ പോലും എവിടെയും ഹജ്ജോ ഉംറയോ കടന്നു വരാത്ത ഹതഭാഗ്യരായ ആളുകൾ ഉണ്ടാവാം. ഈ 3 കൂട്ടത്തിൽ ഞാൻ എവിടെയാണുള്ളത്? ഇവിടെ ഇരുന്ന് നമ്മൾ ആലോചിക്കുക, ഞാൻ ഈ പറഞ്ഞ 3 പറ്റം ആളുകളിൽ ഞാൻ എവിടെയുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, കഅബ പടുത്തുയർത്തിയ ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി, ജനങ്ങൾക്കിടയിൽ ഹജ്ജിനെ പറ്റി നീ വിളംബരം ചെയ്യണം കേട്ടോ, നീ അത് പ്രഖ്യാപിക്കണം കേട്ടോ. യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അവര് ആ വിളിക്കുത്തരം നൽകി അവരെത്തിച്ചേരും നടന്നുകൊണ്ട് വിദൂരമായ സകല മലമ്പാതകളിലൂടെയും മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തുമായിട്ട് അവര് കടന്നു വരും, നിന്റെ അടുക്കൽ വന്നുകൊള്ളും. വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം 27-ാമത്തെ ആയത്തിൽ നമുക്കത് കാണാം. അള്ളാഹുവിന്റെ ക്ഷണമാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഈ ദുനിയാവിലെ ജീവിത പരിസരങ്ങളിൽ നമുക്ക് വേണ്ടപ്പെട്ട പല ആളുകളും പല ഫംഗ്ഷനുകൾക്കും വേണ്ടി നമ്മൾ വിളിക്കാറുണ്ട്. അത് വീട് കൂടലാവാം, മക്കളുടെ കല്യാണമാവാം, അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും തരത്തിൽ അവരുടെ ക്ഷണങ്ങൾക്ക് ഉത്തരം നൽകാൻ നമ്മൾ തയ്യാറാവാറുണ്ട്. ഒരു കാര്യം നോക്കുമ്പോൾ കലണ്ടർ എടുത്ത് നോക്കും, വല്ല പ്രോഗ്രാമും ഉണ്ടോ, അല്ലെങ്കിൽ അന്ന് വല്ല കല്യാണങ്ങളും ഉണ്ടോ? ഉണ്ട്, അതുകൊണ്ട് എനിക്ക് വരാൻ കഴിയില്ല, അതിന് പോക്ക് നിർബന്ധമാണ്.
ദുനിയാവിലെ പലരുടെയും ക്ഷണങ്ങൾക്ക് വലിയ പ്രാധാന്യത്തോടുകൂടി അത് ഉത്തരം ചെയ്യാൻ ശ്രദ്ധിക്കുന്ന നമ്മൾ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകാൻ പ്രിയപ്പെട്ടവരെ തയ്യാറായിട്ടുണ്ടോന്ന്? ഒരു ഹാജി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, നിന്റെ വിളിക്കിതാ റബ്ബേ ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പോകുക. അള്ളാഹു വിളിച്ച വിളിക്ക് ഉത്തരം നൽകാൻ പ്രിയപ്പെട്ടവരെ എന്തു തടസ്സമാണ് എൻ്റെ മുന്നിലുള്ളത്, എന്തു തടസ്സമാണ് എൻ്റെ ജീവിതത്തിലുള്ളത് എന്ന് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ്. പലപ്പോഴും ഹജ്ജിനെ കുറിച്ച് നമ്മൾ അത്ര ഗൗരവത്തോടു കൂടി കാണാറുണ്ടോ എന്ന് ആലോചിച്ചു നോക്കൂ. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ എണ്ണി പറയുമ്പോൾ ഷഹാദത്തുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നമസ്കാരമുണ്ട്, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്. പലപ്പോഴും സക്കാത്തിനെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ അത് എനിക്കുള്ളതല്ല എന്നാണ്. നോമ്പെടുക്കുന്നുണ്ട്, നമസ്കാരം ക്ലിയറാണ്, ഷഹാദത്തും ഒക്കെയാണ്. സക്കാത്തിനെ പറ്റി പറയുമ്പോൾ അത് എനിക്കുള്ളതല്ല, അത് നാട്ടിലെ സമ്പന്നർക്കുള്ളതാണ്, അത് അവര് കൊടുക്കേണ്ടതാണ്, അത് എനിക്ക് പറഞ്ഞതല്ല. ചിലരെങ്കിലും അങ്ങനെ ആലോചിക്കാറുണ്ട്. ഹജ്ജ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടവനല്ല, അത് സമ്പന്നരായിട്ടുള്ള ആളുകളാണ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് എന്നൊക്കെ പലപ്പോഴും പല ആളുകളും അങ്ങനെ ചിന്തിക്കാറുണ്ട് എന്നാണ്. ചില ആളുകൾ ഹജ്ജിനെ കുറിച്ച് ആലോചിക്കുക, ഈ സാമ്പത്തിക ശേഷിയുണ്ട്, ആരോഗ്യമുണ്ട്, പക്ഷേ സമയമായിട്ടില്ല. എപ്പോഴാ സമയം? ഹജ്ജിന്റെ സമയം എപ്പോഴാ? ചിലരൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ളത് പരമാവധി ചെയ്യാനുള്ള തിന്മയൊക്കെ ചെയ്ത് അവസാനം മക്കളൊക്കെ ഒന്ന് കരപറ്റി ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, അവസാനം ചെയ്യേണ്ട കർമ്മാണ്. നല്ല ചുറുചുറുക്കുള്ള ഓർമ്മശക്തിയുള്ള സമയത്ത് ഹജ്ജ് ചെയ്യാൻ എന്ത് തടസ്സമാണ് പ്രിയപ്പെട്ടവരെ നമുക്കുള്ളത്? അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് പറയാൻ, അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഖദ് ഫറദല്ലാഹു അലൈക്കും, അള്ളാഹു നിങ്ങൾക്കതാ നിർബന്ധമാക്കിയിരിക്കുന്നു, അൽ ഹജ്ജ, ഹജ്ജിനെ നിർബന്ധമാക്കിയിരിക്കുന്നു, ഫഹുജ്ജു, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് നിർവഹിക്കണം. നമുക്ക് കാണാൻ കഴിയും സ്വഹീഹ് മുസ്ലിമിൽ 1337 ഹദീസായി അത് രേഖപ്പെടുത്തി എന്ന് പറഞ്ഞു. നിർബന്ധമാണെന്ന് പറഞ്ഞല്ലോ, അത് ആർക്കാ നിർബന്ധം? അത് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. വലില്ലാഹി അലന്നാസി, അവർക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതയാകുന്നു. ഹജ്ജ് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്. ആർക്ക്? ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല, ആ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക്, മന്ദിരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിവുള്ള മനുഷ്യർ അങ്ങോട്ട് തീർത്ഥാടനം നടത്തുക എന്നത് അള്ളാഹുവിനോടുള്ള ബാധ്യതയാകുന്നു. അവിടെ മനിസ്തതാഅ പറഞ്ഞു, കഴിവുണ്ടാകണം. 3 തരത്തിൽ അതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് ക്രമീകരിച്ചു വന്നാൽ, ഒന്നാമത്തത് ആരോഗ്യം ഉണ്ടാവും. കിടക്കുന്നിടത്ത് എണീക്കാൻ കഴിയില്ല. സമ്പത്തുണ്ട്, പക്ഷെ അവിടെ എന്ത് നിർബന്ധമാവുന്നില്ല? ഹജ്ജ് നിർബന്ധമാകുന്നില്ല. സമ്പത്തൊക്കെ പിന്നീട് കടന്നിട്ടുണ്ടായതാ. ഇല്ല, ആരോഗ്യം ഉണ്ടാവണം. അതിൽ കുറച്ച് കായികാധ്വാനമുണ്ട് ഹജ്ജിന്റെ വിഷയത്തിൽ. രണ്ടാമത്തത് ചില പഠനങ്ങൾ പഠിക്കാൻ കഴിയണം, ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയണം. ഇങ്ങനെയാണ് കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയണം. പ്രാർത്ഥന നോക്കിയിട്ടെങ്കിൽ അത് വായിക്കാനും ഒരു ബുദ്ധിക്കൊരു സ്ഥിരതയുണ്ടാവണം, പഠനത്തിനുള്ള കഴിവുണ്ടാവും. മൂന്നാമത്തത് സാമ്പത്തികമായിട്ട് ചിലവുകളുണ്ട് ഹജ്ജിന്. പള്ളിയിൽ ജുമയ്ക്ക് വരുന്ന പോലെ അല്ല ഹജ്ജിന്, നമുക്കറിയണ വിഷയമാണല്ലോ. ആ സാമ്പത്തികമായിട്ട് ശേഷി ഉണ്ടാകണമെന്ന ഈ 3 കാര്യങ്ങൾ ഒരാൾക്ക് വേണമെന്നാണ്. ഈ സാമ്പത്തികത്തിന്റെ വിഷയം പറയുമ്പോഴാണ് പലപ്പോഴും ഹജ്ജിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുക. എനിക്കില്ല, നമ്മൾ കണക്ക് കൂട്ടുകയാണ്. ഹജ്ജിന് പോകണമെങ്കിൽ ഗവൺമെന്റിൽ കിട്ടിയാൽ ഇത്ര ലക്ഷം, പ്രൈവറ്റ് ആണെങ്കിൽ ഇത്ര ലക്ഷം വേണം. ഇതാണ് പലപ്പോഴും കണക്കൂട്ട്. എൻ്റെ കയ്യിലില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഹജ്ജ് ചെയ്യാനായിട്ടൊരു 4.5 ലക്ഷമോ 6 ലക്ഷമോ 7 ലക്ഷമോ പ്രത്യേകിച്ച് കച്ചവടത്തിലൊരു ലാഭം അള്ളാഹു ഇന്ന മാസം ഇന്ന വർഷം ഇതാ ഹജ്ജ് ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞു തരൂല. അങ്ങനെ അല്ലല്ലോ ലാഭം കിട്ടുക. ഹജ്ജ് ചെയ്യാനായിട്ട് ഇത്ര ലക്ഷങ്ങൾ അത് പ്രത്യേകമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തെടുത്തുന്ന ഒരു ഡിവിഡൻഡ് ആയിട്ട് വരൂല. നമ്മൾ അതിനുള്ളൊരു ബോധ്യം, ഒരു ശ്രമവും നടത്തേണ്ടതുണ്ട്. എത്ര ആളുകൾ കിട്ടുന്ന 10 രൂപ നോട്ടുകൾ പോലും പ്രത്യേകമായി ശേഖരിച്ചു വെച്ച് എനിക്കൊരിക്കൽ ഉംറക്ക് പോകാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ആളുകളുണ്ട്. പെൻഷൻ കിട്ടുന്ന പൈസ അവിടെ നിന്നോട്ട്, അത് ഞാൻ എടുക്കൂല. എന്തിനുള്ളതാ? അത് കുറച്ച് ആവട്ടെ, എനിക്ക് ഉംറക്ക് പോകാനുള്ളതാണ്. ആടിനെ വളർത്താൻ നടക്കാൻ കഴിയില്ല ഉമ്മാക്ക്, എന്നാലും കഴിയുന്ന രൂപത്തിലൊക്കെ പച്ചിലൊക്കെ സംഘടിപ്പിച്ച് പ്ലാവിലൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ആടിനെ വളർത്തുക. എന്തിനാണെന്നറിയാം? അതിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടൊന്ന് ഉംറക്ക് പോകണം. ഇതിനെപ്പറ്റി ചിലപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടില്ലാത്ത ആളുകൾ പോലും ഉണ്ടാവും. നമ്മൾ ആലോചിക്കും ഇവിടെ ഇരുന്നിട്ട് ഞാൻ എവിടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് പണക്കാർക്ക് പറഞ്ഞതല്ല. അതിനായിട്ട് പ്രത്യേകം സമ്പത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. ചോദിക്കട്ടെ, നമ്മുടെ വീട് വെച്ചത്,
നമ്മൾ വീടുണ്ടാക്കിയത്, എല്ലാ സമ്പത്തും നമ്മളെ കയ്യിൽ കിട്ടി, ഒരു വീട് വെക്കാൻ ഇത്ര ലക്ഷം ഉണ്ടാകണം, ആ ലക്ഷം ഇങ്ങനെ ഒരു ബാഗിലിട്ടിട്ട് പണിക്കാരെ അന്വേഷിച്ചു നടന്നല്ല വീട് വെച്ചത്. മക്കളുടെ വിവാഹം നടത്താനുള്ള എല്ലാ സാമ്പത്തിക ബാധ്യതകൾ എത്രയുണ്ടാകുമോ അത് മുഴുവൻ കയ്യിൽ കിട്ടിയിട്ടല്ല മക്കളുടെ വിവാഹം നടത്തിയത്. ഒരു വാഹനം വേണം എന്നൊരാവശ്യം വന്നപ്പോൾ വാഹനം വാങ്ങുമ്പോൾ അത് വാങ്ങാനുള്ള രൊക്കം പണവും ചിലപ്പോൾ കയ്യിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നിട്ട് വാഹനം വാങ്ങാതിരുന്നിട്ടില്ല, വീട് വെക്കാതിരുന്നിട്ടില്ല, മക്കൾ കെട്ടിച്ചയക്കാതെ കല്യാണം കഴിയാതെ വീട്ടിലിരിക്കുന്നില്ല. സമ്പത്തിന്റെ പേരിൽ അള്ളാഹുവോടുള്ള ബാധ്യത പറയുന്നിടത്ത് ആ വിഷയത്തിൽ നമ്മൾ പിറകോട്ട് വരുന്നു എന്നാണ്. അനാവശ്യമായിട്ട് എത്ര പണമാണ് പലപ്പോഴും ചെലവഴിക്കുക. ഇന്നലെ ഒരു സുഹൃത്തുമായി സംസാരിച്ച ഒരാളുടെ സഹായത്തിന് വേണ്ടി പോയപ്പോൾ ഇന്നയാളോട് ചോദിച്ചു നോക്കാം, അതാണ് പോക്കിന്റെ ലക്ഷ്യം. അയാൾ പറഞ്ഞത് അയാളുടെ വീട്ടിലെ സൽക്കാരത്തിന് വേണ്ടി 4 ലക്ഷം രൂപ ചെലവാഴി, ഇനി നമ്മളിപ്പോൾ ചെന്നാൽ ഒന്നും കിട്ടൂല. എനിക്ക് മനസ്സിലായില്ല 4 ലക്ഷത്തിന്റെ സൽക്കാരം എന്താണെന്ന്. പ്രിയപ്പെട്ടവർ ആലോചിച്ച് നോക്കൂ. അനാവശ്യമായിട്ട് എത്ര സമ്പത്താണ് പൊടിപൊടിക്കുന്നത്. ഒരു കായികമേള ലോകമൊട്ടുക്ക് വരുമ്പോൾ കേരളത്തിൽ കോടിക്കണക്കിന് രൂപയാണ് അതിന്റെ പിറകിൽ ചെലവഴിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ ഫ്ലക്സുകളും കട്ടൗട്ടുകളും കെട്ടി ആര് ജയിക്കും ആ ടീമിന്റെ കൂടെ നിന്ന് നോട്ടുമാലകൾ വലിച്ചെറിഞ്ഞ് തന്റെ പേഴ്സ് മുന്നോട്ട് വലിച്ചെറിഞ്ഞ് ജയിച്ചാൽ ഇതെടുത്തോ വാതുവെപ്പ് നടത്തുന്നത് മുസ്ലിം ഉമ്മത്താണ്. ഈ സമ്പത്ത് ചെലവഴിക്കുമ്പോഴും ഉംറയെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഹജ്ജ് ചെയ്യണമെന്നൊരു ആഗ്രഹം പോലും പ്രിയപ്പെട്ടവരെ ഹൃദയത്തിൽ ഉണ്ടാകുന്നില്ല എന്നാണ്. നമ്മൾ ആലോചിക്കണം. ഹജ്ജിനെ പറ്റി പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഹാജറയുമ്മയുടെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ചോര പൈതലിനെയും കൊണ്ട് മക്കയിലേക്ക് കടന്നു വരുന്ന ചരിത്രം നമ്മുടെ ഉള്ളിലേക്ക് വരണം. ഹാജറയുമ്മ ഓടിയ ഓട്ടത്തെക്കുറിച്ച് മകന്റെ തൊണ്ട വരണ്ട് കരയുമ്പോ ആ ഉമ്മ ഓടിയ ഓട്ടത്തെക്കുറിച്ച് മനസ്സിൽ വരണം. എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് ചെയ്ത എന്റെ പ്രവാചകൻ, പിന്നീട് ഭരണം നടത്തിയ എന്റെ പ്രവാചകൻ കരഞ്ഞ മണ്ണാണ്, ചിരിച്ച മണ്ണാണ്, എന്റെ പ്രവാചകൻ ജീവിച്ച മണ്ണാണ്. ആ മണ്ണ് എനിക്കൊന്ന് കാണണം, ആ കഅബാലയം എനിക്കൊന്ന് ദർശിക്കണമെന്ന ആഗ്രഹം പോലും ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്താണ് നമ്മുടെ ഉള്ളിലുള്ളത്? ദുനിയാവ് അത്രമാത്രം നമ്മെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ്. 10 വർഷത്തെ ബിസിനസ് പ്ലാനുകൾ എഴുതി തയ്യാറാക്കി മീറ്റിങ്ങിനിരിക്കുമ്പോഴും അടുത്ത വർഷം ഒരു ഉംറയെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത വിധം ദുനിയാവ് നമ്മെ കീഴ്പ്പെടുത്തിയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. സൗദി അറേബ്യയിൽ 10-20 വർഷം ജോലി ചെയ്തിട്ട് ഒരു ഉംറ പോലും ചെയ്യാൻ മനസ്സ് വരാത്ത ഒരു മനുഷ്യനെ കുറിച്ച് കേൾക്കേണ്ടേ? ആലോചിച്ചു. അള്ളാന്റെ ഒരു തൗഫീക്ക് വേണം ആ വിഷയത്തിലെ. ഈ തൗഫീഖാണ് നമുക്ക് കിട്ടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഒരു ഹൃദയം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സുഹൃത്ത് ഈ കഴിഞ്ഞ ഹജ്ജുമായി ബന്ധപ്പെട്ട് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി. അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു സുഹൃത്താണ്. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി. കറൻസി വരെ ചേഞ്ച് ചെയ്തു എന്നാണ്. കറൻസി ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം റെഡി ആയി എന്നാണല്ലോ. കറൻസി ചേഞ്ച് ചെയ്ത അന്ന് രാത്രി വീട്ടിലെത്തിയപ്പോൾ സാധാരണ ഉണ്ടാകാറുള്ള വയറുവേദന അല്പം കലശലായി. സ്കാനിങ് ഒക്കെ നടത്തി ഹോസ്പിറ്റലിലൊക്കെ പോയി അവസാനം കിഡ്നി ഫെയിലിയർ ആണ്. ഇന്നും ആ സുഹൃത്ത് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം ശിഫ നൽകി ആ നീയത്തിന് ഇരട്ടി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ എത്ര ചിന്തിച്ചാലും ചിലപ്പോഴേ അതങ്ങ് നടന്നുകൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞെന്നറിയോ? തഅജ്ജലൂ ഇലൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി നിങ്ങൾ ധൃതി കാണിക്കണം കേട്ടോ. ഒരാൾക്കും അറിയില്ല കേട്ടോ, അവൻ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകും. നമ്മൾ ഇന്ന് ചിന്തിക്കണ കുറച്ചും കൂടി കഴിയട്ടെ, അവിടെ തുടങ്ങിയിട്ടുള്ളൂ ഒരു ബ്രാഞ്ച് പുതിയതേ അപ്പുറത്ത് തുടങ്ങി, അതൊന്ന് ക്ലച്ചാവട്ടെ, അതൊന്ന് പച്ച പിടിക്കട്ടെ, എന്നിട്ടാവാം അവിടെ സ്ഥലം വാങ്ങിയിട്ടുള്ള അവിടുന്ന് വരുമാനം കിട്ടട്ടെ, എന്നിട്ടാവാം ഹജ്ജ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതി കാണിക്കണമെന്ന എന്ത് ഉറപ്പാ കൂട്ടരേ ഉള്ളത്? ഈ ഹുത്തുബ മുഴുവൻ പറഞ്ഞു തീർക്കുന്നോ, കേട്ടു തീർക്കുന്നോ, ഇന്ന് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നോ, ഇന്നലെ ഞാൻ കിടന്ന വിരിപ്പിൽ ഞാൻ ഇന്ന് മടങ്ങിയെത്തുമെന്ന് പോലും ഒരു ഗ്യാരണ്ടി ഉറപ്പില്ലാത്ത ആൾക്കാരാണ്. അടുത്തൊല്ലം അതിനി അത് കഴിയട്ടെ, ഇന്ന ബിസിനസ് കഴിയട്ടെ, അവിടുത്തെ ലാഭം കിട്ടട്ടെ, മറ്റോടത്തെ കച്ചവടം വിജയിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതി കാണിക്കണം എന്നാ പറഞ്ഞേ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, ഹജ്ജിന് പോകാൻ കഴിവുണ്ടായിട്ടും ഹജ്ജ് നിർവഹിക്കാത്തവരിൽ നിന്ന് ജിസിയ വാങ്ങിയാലോന്ന്. ജിസിയ എന്ന് പറഞ്ഞ നികുതിയാണ്.
ഇസ്ലാമിക രാഷ്ട്രത്തിലെ നികുതി എന്ന് പറഞ്ഞാല് അത് വിശ്വാസികളുടെ മുസ്ലിം ഭരണാധികാരിയുടെ എല്ലാ സംരക്ഷണവും ഏറ്റുവാങ്ങുന്ന അമുസ്ലിങ്ങളായ ആളുകളാണ് നികുതി കൊടുക്കേണ്ടത്. അമുസ്ലിങ്ങളായ ആളുകൾക്ക് നികുതിയുള്ളൂ. അതിന് പകരം അവർക്ക് എല്ലാ സംരക്ഷണവും നൽകും. അത്തരം ആളുകളിൽ നിന്ന് നികുതി പിടിക്കുക. മുർബി ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹജ്ജിന് പോകാൻ കഴിവുണ്ടായിട്ടും ഹജ്ജിന് പോകാത്ത ആളുകളിൽ നിന്ന് നികുതി പിരിച്ചാലോ എന്ന് ആലോചിച്ചു എന്നാണ്. എത്ര ഗൗരവമുള്ള വിഷയമാണ് പ്രിയപ്പെട്ടവര്. മാത്രമല്ല, ഒരു വിശ്വാസി എങ്ങനെയാവണം എന്നാ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. സാബിഖൂ, മുൻകടന്നു വരിക. നിങ്ങൾ താല്പര്യത്തോടുകൂടി വളരെ വേഗത്തിൽ മുൻകടന്നു വരണം കേട്ടോ. ഇലാ മഗ്ഫിറത്തിൻ, പാപമോചനത്തിലേക്ക്, മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ മുൻകടന്നു വരണം കേട്ടോ. വജന്ന, സ്വർഗത്തിലേക്കും മുൻകടന്നു വരണം. ഞാൻ ഇങ്ങനെ പഠിപ്പിക്കപ്പെടുന്ന വിശുദ്ധ ഖുർആനിൽ പാരായണം ചെയ്യുന്ന ഒരു വിശ്വാസിക്ക് ഹജ്ജിന്റെ വിഷയത്തിൽ എന്നല്ല, ഓരോ ഇബാദത്തിന്റെ വിഷയത്തിലും അമാന്തിക്കാൻ വകുപ്പില്ല എന്നാണ്. അത് നാളെ ആവട്ടെ, എന്തായാലും ഇപ്പൊ എങ്ങനായി, അടുത്ത റമദാൻ ആവട്ടെ, റിട്ടയർഡ് ആവട്ടെ എന്നു പറയാൻ തരമില്ല എന്നു തന്നെയാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ഹജ്ജ് ചെയ്താൽ എന്താണ് പ്രിയപ്പെട്ടവരെ ഗുണം? ബിസിനസ്സിൽ നോക്കൂലേ, ഇതാ ഈ 2 ലക്ഷം അവിടെ കൊണ്ടുപോയിട്ടാൽ എന്താ ലാഭം? ഇത് ചോദിച്ചിട്ടല്ലേ സമ്പത്ത് ചെലവഴിക്കൂ. ഹജ്ജിന്റെ വിഷയത്തിൽ എന്തു നേട്ടമുണ്ട്? ഒന്ന്, സ്വർഗം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്, അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല. മബ്റൂറായ ഹജ്ജ് നിർവഹിച്ചോ സ്വർഗം കിട്ടിയെന്നാണ്. രണ്ടാമതായിട്ട് പറയുന്നത് പാപമോചനമാണ്. മൻ ഹജ്ജലില്ലാഹി ഫലൻ യർഫുസ് വലൻ യഫ്സുഖ്. ആ ഹജ്ജിൽ ഒരു തിന്മയും കടന്നു വന്നില്ല. മബ്റൂറായ ഹജ്ജ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായി, ദുർവൃത്തികൾ ഒന്നും ഉണ്ടായില്ല എങ്കിൽ റജഅക യൗമിൻ വലദതു ഉമ്മു, അവൻ നാട്ടിലേക്ക് മടങ്ങി വരുന്നത് ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാണ്. എന്ത് തിന്മയാണ് ആ കുട്ടിക്ക് ഉണ്ടാവുക ആലോചിച്ചു. ആ കൈക്കുഞ്ഞിന്റെ ജീവിതത്തിൽ വല്ല തിന്മയുണ്ടാവോ? ഇതേപോലെ തിരിച്ചു വരും മബ്റൂറായ ഹജ്ജ് നിർവഹിച്ചാൽ. ഞാൻ എന്നിട്ടും നമുക്ക് തോന്നണില്ല ഹജ്ജ് ചെയ്യണമെന്ന്. നോക്കൂ നിങ്ങൾ, വീണ്ടും ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആളുകളൊക്കെ ഹജ്ജ് ചെയ്യുന്നുണ്ട്, പക്ഷെ ശരിയാവുന്നില്ല. ആ ഹജ്ജ് പലപ്പോഴും ബാത്തിലായി പോകുന്നു. അതിന്റെ കാരണം കൂടി പറഞ്ഞാൽ, ഒന്നാമത്തത് പൊങ്ങച്ചത്തിന് വേണ്ടി ഹജ്ജ് ചെയ്യുന്ന ചില ഹതഭാഗ്യരായ ആളുകളുണ്ട്. എന്തിനാ ഹജ്ജ് ചെയ്ത്? 5ാമത്തെ ഹജ്ജാ, 6ാമത്തെ ഹജ്ജാന്ന് പറയാം. ഒരാൾക്ക് കഴിവുണ്ട്, ശേഷിയുണ്ട്, ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, അയാൾ ഹജ്ജ് നിർവഹിക്കാൻ കുഴപ്പമൊന്നുമില്ല. 1ാമത്തെ ഹജ്ജ് നിർബന്ധം, 2ാമത്തെ സുന്നത്തായിട്ട് അങ്ങനെ കിട്ടും. എന്നാൽ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്ര ഹജ്ജ് ചെയ്തു, വല്ലാത്തൊരു മനുഷ്യൻ എന്ന് പറയാനാണെങ്കിൽ ആ ഹജ്ജുമായി ബന്ധപ്പെട്ടത് കഴിഞ്ഞു. ചില ആളുകള് ഹജ്ജ് എന്ന് പറഞ്ഞ തൗഹീദാണ്, അതിലൊരു സംശയമില്ല. ഹജ്ജുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് തിന്മ കൊണ്ടുവരുന്ന ആളുകളുണ്ട്. ഹജ്ജ് ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞാൽ കൂടുതൽ തിന്മയാണ് ജീവിതത്തിലേക്ക് വരുന്നത്. അതെങ്ങനെയാന്നുള്ളതല്ലേ? ഹജ്ജ് അള്ളാഹുവിന്റെ അടുത്തേക്ക് അള്ളാഹുവിന്റെ വിളിയാളം കേട്ട് പോകുമ്പോ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? എയർപോർട്ടിന്റെ മുന്നേ കടന്നു ചെല്ലുന്നത് ഒരു ജാറത്തിലേക്കാണ്, ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്കാണ്, ഒരു മഹാനറിവുകളുടെ ഒരു ഇടത്തേക്കാണ്. അവിടെ ചെന്ന് ഈ ഹജ്ജിന്റെ യാത്ര സഫലമാകണേ എന്ന് പ്രാർത്ഥിച്ച് അവിടെ വല്ലതും നിക്ഷേപിച്ച് പച്ചത്തുണി വിരിച്ച് അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി പോകുന്നു, ഹജ്ജ് നിർവഹിക്കുന്നു. ആ ഹജ്ജിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ തിരിച്ച് നാട്ടിലെത്തി എയർപോർട്ടിൽ നിന്ന് മടങ്ങുന്നത് എവിടെ നിന്ന് തുടങ്ങിയോ അവിടേക്ക് ഒരു ജാറത്തിൽ ചെന്ന് മബ്റൂറായ ഹജ്ജ് നിർവഹിക്കാൻ എനിക്ക് തൗഫീഖ് കിട്ടിയത് ഈ ഖബറിൽ കിടക്കുന്ന മഹാനവറുകളുടെ വല്ലാത്തൊരു കഴിവ് കൊണ്ടാണ്. അവിടെ കൊണ്ടുപോയി തുലാഭാരം നടത്തി പച്ചത്തുണി വിരിച്ച് അവിടെ പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോ അത് സ്വർഗത്തിന്റെ വഴിയല്ല. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കേണ്ട വിഷയമാണ്. പലപ്പോഴും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അല്ലാഹുവല്ലാത്ത ഒരു സൃഷ്ടിക്കും നമ്മെ പ്രയാസപ്പെടുത്താനോ നമ്മെ തിന്മകളിലേക്ക് കൊണ്ടുപോകാനോ നമ്മെ രക്ഷപ്പെടുത്താനോ കഴിയില്ല എന്ന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഹജ്ജിലൂടെ നിർവഹിക്കുന്നത്. ഇത് പലപ്പോഴും തിരിച്ചറിയാതെ നാട്ടിൽ നടക്കുമ്പോൾ അത് അവരെ ഓർമ്മപ്പെടുത്തേണ്ടുന്ന ബാധ്യത കൂടി പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിലുണ്ടാവണം. അതേപോലെ തന്നെ ഈ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന് വേണ്ടി ഒരു ഒരുക്കം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിലുണ്ടാവുക. ചിലപ്പോഴേ നമ്മൾ വാഹനങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി വാങ്ങുന്ന ആളുകൾ ഉണ്ടാവും. ഒരു വാഹനം മാറ്റി വാങ്ങുന്ന സമ്പത്ത്, ആ പൈസ മതിയാവും ചിലപ്പോ ഒരു ഹജ്ജ് നിർവഹിക്കാൻ. ചില ആളുകൾ ലക്ഷങ്ങൾ ഇങ്ങനെ കിട്ടിയിട്ട് എവിടെ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യും,
എവിടെ ഇൻവെസ്റ്റ് ചെയ്താലാ കൂടുതൽ കിട്ടുക എന്ന് ആലോചിച്ച് നടക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. ചില ഉമ്മമാരും സഹോദരിമാരൊക്കെ തങ്ങളുടെ ആഭരണത്തെ കുറിച്ച് ആലോചിച്ച് ലോക്കറിൽ വെച്ചിരിക്കുന്ന, വീടിന്റെ അലമാരയിൽ സുരക്ഷിതമായി വെച്ചിരിക്കുന്ന ആഭരണത്തെ കുറിച്ച് ആലോചിച്ച് ഓരോ ദിവസത്തെയും സ്വർണത്തിന്റെ വില കണക്ക് കൂട്ടി, ഇതാ ഇന്നെന്റെ കയ്യിൽ ഇത്ര മൂല്യമുണ്ട്, കഴിഞ്ഞ മാസത്തിൽ ഇത്രയുണ്ടായിരുന്നുള്ളൂ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ കണക്കിങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോ ആലോചിക്കേണ്ടത്, ഇത്രയും എല്ലാ സൗകര്യങ്ങളും തൗഫീക്കും റബ്ബ് തന്നിട്ട് ഹജ്ജ് നിർവഹിക്കാനുള്ള ഒരു മനസ്സെനിക്ക് റബ്ബ് തന്നില്ലല്ലോ, അതെന്റെ റബ്ബിനോട് ഞാൻ ചോദിച്ചു വാങ്ങുന്ന ഹതഭാഗ്യരായ എത്ര ആളുകളുണ്ട് പരിചയത്തിൽ. ഒരു ഓർമ്മപ്പെടുത്തൽ മതിയാവും. നമുക്ക് ഓർമ്മപ്പെടുത്താൻ കഴിയും. ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക, കുടുംബത്തിൽ ആർക്കതിന് കഴിവുള്ളത്, എന്തപ്പോ തടസ്സം? നമുക്ക് ശരിക്കറിയ ഒരു തടസ്സമല്ല. ഒന്ന് ചെന്നൊരു ചായ കുടിച്ചിട്ട് ഒരു ഹജ്ജിന് പോയിക്കൂടെ, അതിന്റെ സമയമായിട്ടുണ്ട് എന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞ നമുക്ക് ചിലപ്പോൾ അതിന് കഴിഞ്ഞോളന്നില്ല. നമ്മൾ ആഗ്രഹിച്ച് പണം സ്വരൂപിച്ചുകൊണ്ടിരിക്കണുണ്ടാവുള്ളൂ. ആ മനുഷ്യന് ചിലപ്പോൾ നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ ഓർമ്മപ്പെടുത്തൽ കൊണ്ട് അതിന് സാധിക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരലോകം രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയം. തരും മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ഗ്രാം തരി പൊന്നു കൊണ്ടുപോകില്ല. ഇന്ന് ആധാരത്തിന്റെ കോപ്പികളെ നോക്കി നെടുനിശ്വാസം അയക്കുന്ന മനുഷ്യൻ ആലോചിക്കണം, എന്റെ കഫം പുടവ അത് പൊതിയുമ്പോൾ എന്റെ ആധാരത്തിന്റെ കോപ്പിയുടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് പോലും അതിന്റെ കൂടെ ഉണ്ടാവില്ല. എന്റെ മണ്ണിന്റെ ഒരു തരി പോലും ഉണ്ടാകില്ല. ഒരു കീറിയ നോട്ടോ ഒരു നാണയത്തുട്ടോ ഉണ്ടാകില്ല. ഒന്നുമില്ലാതെ നേർത്ത തുണിയിൽ പൊതിഞ്ഞ് ഞാൻ എന്റെ ഖബറിലേക്ക് മടങ്ങുമ്പോൾ എന്റെ അമലുകൾ മാത്രമേ കൂട്ടിനുണ്ടാകൂ എന്ന് ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ കഴിയണമെന്നാണ്. ഇരുന്നാലോചിക്കുക, എന്തുണ്ട് എന്റെ ഖബറിലേക്ക്, എന്റെ പക്കൽ എന്തുണ്ട്, എന്തു നന്മയാണ് എന്റെ പക്കലുള്ളത്. ആ ചിന്തയുടെ ഉത്തരവായി എന്റെ ജീവിതത്തിൽ ഒരു ഉംറ ചെയ്യണം, കഴിയുമെങ്കിൽ ഹജ്ജ് ചെയ്യണമെന്ന ചിന്തയിലേക്ക് ഉയരാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.